നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മാനസയുടെ അച്ഛനും അമ്മയ്ക്കും ഞങ്ങളോടുള്ള പക മനസ്സിലാക്കി അവര് മധുരാം വക്കീലിനെ വിലക്കെടുത്തിരിക്കുകയാണ് സർ. ഈ മധുറാം എന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു ഡോക്ടർ ശ്രീറാമിന്റെ സഹോദരനാണ്. അയാൾക്ക് ഞങ്ങളുമായിട്ട് നേരത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അയക്കിട്ട് നല്ലതുപോലെ കൊടുത്തിട്ടുണ്ട്. എന്റെ കൈയുടെ ചൂട് അയാൾക്കറിയാം. അതുകൊണ്ട് കൂടുതൽ കളിക്കാനൊന്നും വരില്ല. സൂര്യ, ഇവിടെ കയ്യൂക്ക് കൊണ്ടൊന്നും കാര്യമില്ല. നമ്മൾ ബുദ്ധിപൂർവ്വം നേരിടണം. മാനസയെ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിപ്പിച്ച് കമ്മീഷന് മുമ്പിൽ അവതരിപ്പിക്കണം. ഭാവന, എനിക്ക് പേടിയാവുന്നു. ഇത് നമ്മുടെ കയ്യിൽ നിന്ന് പോവോ? എന്തെങ്കിലും അബദ്ധം പറഞ്ഞാ നമ്മൾ എല്ലാവരും പെടും. എന്തെങ്കിലും അബദ്ധം എന്റെ വായിന്ന് വീഴുമെന്ന എന്റെ പേടി. എന്നാലും ആ വക്കീലിന് നമ്മളോട് പകയുള്ള സ്ഥിതിക്ക് കമ്മീഷന് മുന്നിൽ എന്നെ വലിച്ചു കീറുമായിരിക്കും. ഇവിടെ നമ്മുടെ ഭാഗം സ്ട്രോങ് ആയി നിൽക്കുന്നത് മാനസ നമ്മോടൊപ്പം നിൽക്കുന്നതുകൊണ്ടാണ്. മാനസ ഒരിക്കലും നമുക്കെതിരായി ഒരു കാര്യം പോലും പറയരുത്. വളരെ സൂക്ഷിച്ചു വേണം മറുപടി പറയാൻ. വിവാഹിതയല്ലാത്ത ഒരു പെൺകുട്ടിക്കെതിരെ സ്വന്തം മാതാപിതാക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മളെ ഇപ്പോ കമ്മീഷൻ വിചാരണയ്ക്കായി വിളിച്ചിരിക്കുന്നത്. മാനസ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാണ്. അവൾക്ക് അവളുടെ ഭാവി എങ്ങനെയാവണമെന്ന് സ്വയം തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷെ നമ്മൾ പറയുന്നതൊക്കെ മുഴുവൻ കള്ളമാണെന്നും ചെയ്ത തെറ്റ് ഒളിച്ചു വെക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന നാടകമാണെന്ന് മാനസയുടെ അച്ഛനും അമ്മയും പറയും. കൂടുതൽ പറഞ്ഞാൽ ഭാവനയുടെ ഗർഭം അവരാണ് ഇല്ലാതാക്കിയതെന്ന് കമ്മീഷനോട് പറയണം. ഭാവന ഗർഭിണി ആകാത്തതുകൊണ്ടാണ് മാനസ് ഇങ്ങനെ ഒരു ത്യാഗം ചെയ്യാൻ തയ്യാറായതെന്ന് കമ്മീഷനെ ബോധ്യപ്പെടുത്തണം. അവർക്കെതിരെ നടപടിയെടുക്കും. പഴയ കാര്യങ്ങൾ പറഞ്ഞാൽ ചിലപ്പോ അമ്മയും ചോദ്യം ചെയ്യും. എല്ലാ ചോദ്യങ്ങൾക്കും അമ്മയ്ക്കും മറുപടി ഉണ്ടാവില്ലമ്മേ. അമ്മ ചെയ്തു വെച്ച വലിയൊരു അപരാധമായത്. അതിന്റെ ഫലവ വനിതാ കമ്മീഷനും കോടതിയും കേസുമായിട്ട് ഇപ്പൊ നടക്കേണ്ടി വരുന്നത്. മാനസ, കൂടുതൽ ചോദ്യം ചെയ്യലുണ്ടായാൽ കൂടുതൽ സംസാരിക്കാതിരിക്കുന്നതാ ബുദ്ധി. അവർ ചോദിക്കുന്നതിന് എസ് ഓർ എന്ന് മാത്രം മറുപടി മതി. അല്ലാതെ കൂടുതൽ പറഞ്ഞ് നമ്മൾ സ്വയം അബദ്ധത്തിൽ പോയി ചാടരുത്. പിന്നെ ഈ ഹിയറിംഗ് വളരെ രഹസ്യ സ്വഭാവമുള്ള ഒന്നാണ്. കമ്മീഷൻ ഇത്തരം കേസുകൾ അടച്ചിട്ട മുറിയിലായിരിക്കും കേൾക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് എതിർക്കാനൊന്നും ആരും അവിടെ വരില്ല. നടന്നതെന്താണെന്ന് സാറിനും അറിയാലോ. ഉള്ള സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ എന്തെങ്കിലും ഗുണമുണ്ടാവോ? ആന്റിയും മാനസയും കൂടി ചെയ്ത ഒരു ബുദ്ധിമോശമായത്. നമ്മുടെ പ്രസന്റ് സിറ്റുവേഷൻ കമ്മീഷനെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ചിലപ്പോ ഈ കേസ് ഉപേക്ഷിച്ചാലോ? സർ, ഞാൻ വേണമെങ്കിൽ അവരുടെ കാല് പിടിക്കാം. എന്റെ അവസ്ഥ ഞാൻ അവരോട് തുറന്നു പറയാം. അവരൊരു സ്ത്രീയല്ലേ, കാര്യങ്ങളൊക്കെ അറിഞ്ഞു ചെയ്താലോ? ഭാവന, താൻ എന്ത് മണ്ടത്തരമായി പറയുന്നത്? തനിക്കിപ്പോഴും ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലായിട്ടില്ല. വാടക ഗർഭധാരണവും ഇത്തരത്തിലുള്ള നൂലാമാലകളും നമ്മുടെ രാജ്യത്ത് നിയമപരമായി ഒത്തിരി പ്രശ്നങ്ങൾ നേരിടുന്ന ഒന്നാണ്. ഇതിനൊക്കെ നിയമസാധ്യത എന്ന് പറയുന്നത് ഓരോരോ കണ്ടീഷൻസ് അനുസരിച്ച്. ഇവിടെ ഇപ്പൊ അമ്മ ചെയ്തത് തികച്ചും നിയമവിരുദ്ധമായൊരു പ്രവർത്തനമാണ്. ഈ ക്രിമിനൽ കുറ്റത്തിന് കൂട്ടുനിന്നതിന് നമുക്ക് ചെറിയ ശിക്ഷയൊക്കെ ഉണ്ടാവും. പക്ഷെ അമ്മയ്ക്ക് കടുത്ത ശിക്ഷ തന്നെയാവും. അങ്ങനെ ശിക്ഷ കിട്ടുവാണെങ്കിൽ ഞാൻ അനുഭവിച്ചോളാം. എന്റെ മാത്രം ആഗ്രഹമല്ലല്ലോ ഇതിനെല്ലാം പിന്നില്. ഭാവനയ്ക്കും നിനക്കും ഒരു കുഞ്ഞ് വേണോന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ? അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കൂടിയാ ഞാൻ ഇത് ചെയ്തത്. അതിൽ എനിക്ക് ഒരു കുറ്റബോധവും ഇല്ല. മാനസമോള് എന്റെ ഒപ്പം ഉള്ളിടത്തോളം കാലം എനിക്കാരും ഭയപ്പെടേണ്ട കാര്യമില്ല. മാനസയുടെ വയറ്റിലുള്ള കുഞ്ഞ് ഇവളുടെ കാമുകന്റേതാണെന്ന് ഇവള് പോലീസിന് കൊടുത്ത മൊഴി അതേപടി തന്നെ ഇവിടെയും ആവർത്തിച്ചാ മതി. അങ്ങനെ വരുമ്പോ മാനസയുടെ കാമുകൻ ആരാണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ടോ? അത് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. സാധാരണ കാമുകൻ ആരാണെന്ന് ചോദിക്കാനും അവന്റെ വിവരങ്ങൾ അറിയാനും കമ്മീഷന് താല്പര്യമുണ്ടാവില്ല. അതിനിവിടെ പ്രസക്തിയില്ലല്ലോ. കാരണം മാനസ പറയുന്ന ആളാണ് കുഞ്ഞിന്റെ അച്ഛൻ. അത് മാനസയുടെ താല്പര്യമാണ്. വേണമെങ്കിൽ അത് വെളിപ്പെടുത്താം, വെളിപ്പെടുത്താതിരിക്കാം. പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിക്ക് ഇത്തരം കാര്യങ്ങളിൽ സ്വയം തീരുമാനമെടുക്കാം.
വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്നതിന് കമ്മീഷൻ യോജിപ്പുണ്ടാവില്ല. അത് ഓരോരുത്തരുടെയും പേഴ്സണൽ കാര്യമാണ്. അതിന് കോടതിക്കോ നിയമത്തിനോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കൂടുതൽ പ്രശ്നങ്ങളായ നമുക്ക് ഈ കമ്മീഷനെ സ്വാധീനിച്ചൂടെ? പ്രത്യേകിച്ച് ഒരു കുഞ്ഞിന്റെ കാര്യമായതുകൊണ്ട് കടുത്ത നടപടികൾക്കൊന്നും അവര് തയ്യാറാവില്ല. അങ്ങനെയൊന്നും സ്വപ്നത്തിൽ പോലും ചിന്തിക്കരുത്. അങ്ങനെ ഒരു സ്ത്രീയല്ല ഈ വനിതാ കമ്മീഷൻ ചെയർമാൻ. കേരളത്തിൽ ആകമാനം അറിയപ്പെടുന്ന ഒരു വനിതയാണ്. ഇനി അഥവാ നമ്മളെങ്ങാനും അങ്ങനെ വല്ലതും ശ്രമിക്കുന്നതായിട്ട് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ പിന്നെ നോക്കണ്ട, ഈ കേസ് നമ്മുടെ കയ്യിൽ നിന്ന് പോവും. വളരെ കണിശക്കാരിയാണ്. അതുകൊണ്ടാണ് അവരെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സണായിട്ട് നിയമിച്ചിരിക്കുന്നത്. കണ്ടോ അമ്മേ, അവരും അമ്മയെപ്പോലൊരു സ്ത്രീയാ. അവർക്ക് ഈ സമൂഹത്തിൽ കിട്ടുന്ന ഒരു ബഹുമാനവും ആദരവും ഒക്കെ കണ്ടോ? നമ്മളും ഇങ്ങനെ വേണം ജീവിക്കാൻ. അമ്മയ്ക്ക് ഇപ്പോഴും വളഞ്ഞ വഴി മാത്രമേ അറിയൂ. എന്തായാലും നമ്മുടെ ഹിയറിംഗ് മാത്രമല്ല എന്നുള്ളത്. ആദ്യം പ്രസീതയും അജയനെയും വിളിക്കും. അത് കഴിഞ്ഞ് നമ്മളെ വിളിക്കും. എന്ത് സഹായത്തിനും ഞാൻ കൂടെ തന്നെ ഉണ്ട്. ശരി. ഇതിൽ പറഞ്ഞിരിക്കുന്നവരൊക്കെ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട് മാഡം. പെൺകുട്ടിയുടെ അച്ഛനമ്മയും വന്നിട്ടുണ്ടോ? ഉണ്ട് മാഡം. അജയനും പ്രസീതയും വിളിക്കാം.